ഹലോ എവരിവൺ, ലോഗ്രാഡിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു റിവിഷൻ ടെസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ 70 ഡേയ്സ് സ്റ്റഡി പ്ലാൻ്റെ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും 70 ഡേയ്സ് സ്റ്റഡി പ്ലാനിൻ്റെ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ 10th മെയിൻസ്, അതായത് സെക്രട്ടേറിയറ്റ് OAയുടെ മെയിൻസിൻ്റെ സിലബസും അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസും ഡിഗ്രി മെയിൻസിൻ്റെ സിലബസും കൂടെ മൊത്തത്തിൽ ഒരു ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ 70 ഡേയ്സ് സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ, നിങ്ങളിപ്പം 10th മെയിൻസ് എഴുതി കഴിഞ്ഞിട്ടുള്ളവരുണ്ടാകും, അല്ലെങ്കിൽ ഇനി 3rd ഉം 4th ഒക്കെ സ്റ്റേജസ് എഴുതാൻ പോകുന്നവരുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഉൾക്കൊണ്ട് പഠിക്കാൻ പറ്റുന്ന രീതിക്കാണ് പ്ലാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് 1 വീക്ക് മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ആ 1 വീക്കിൻ്റെ നമ്മൾ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ പ്രാവശ്യം ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് PYQs തന്നെയാണ്. അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകാറില്ലേ, ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് ആൻസർ ചേഞ്ച് ഒക്കെ വരുത്തിയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടെ ഒന്ന് യൂസ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക, ഏതാണ് ശരി? അപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ആകെ അംഗങ്ങൾ 389 ആണ്. മഹാത്മാഗാന്ധി ഭരണഘടനാ അസംബ്ലിയുടെ അംഗമായിരുന്നു. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഇവിടെ വരുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 2 മാത്രമാണ് ഇവിടെ ശരിയെന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലുള്ള തെറ്റെന്താണ്? ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു അല്ല, മറിച്ച് ആരാണ്? MN റോയി ആണ് ആദ്യമായിട്ട് ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത്. 1934 ഭരണഘടനാ അസംബ്ലി എന്ന ആശയം അദ്ദേഹത്തിന്റെ പത്രമായിട്ടുള്ള ദ ഇന്ത്യൻ പാട്രിയോട്ട് എന്നതിലൂടെയാണ് അദ്ദേഹം ഭരണഘടനാ അസംബ്ലി അഥവാ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഓർത്തിരിക്കുക, പലവട്ടം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള കാര്യമാണ് MN റോയുടേത് കേട്ടോ. ഇനി ആകെ അംഗങ്ങൾ എന്ന് പറയുന്നത് എത്രയാണ്? 389 അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. മഹാത്മാഗാന്ധി ഭരണഘടനാ അസംബ്ലിയുടെ അംഗമായിരുന്നു. തെറ്റാണ്. മഹാത്മാഗാന്ധി കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലെ അംഗമായിട്ടുണ്ടായിരുന്നില്ല. മഹാത്മാഗാന്ധി കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏതൊരു കമ്മിറ്റിയിലും അംഗമായിട്ടുള്ള വ്യക്തിയല്ലായിരുന്നു, അത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വാസ്കോ ഡ ഗാമ ആദ്യമായി കോഴിക്കോട് എത്തിയ വർഷം. വാസ്കോ ഡ ഗാമ ആദ്യമായി കോഴിക്കോട് എത്തിയ വർഷം എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1498. ഇത്രയും സിമ്പിളായിട്ട് വരെ നമ്മുടെ ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ പഠിക്കുന്നവർ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളും കൂടെ പഠിച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വലുതും ചെറുതും അങ്ങനെയൊന്നുമില്ല, മൊത്തത്തിൽ നന്നായിട്ട് തന്നെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം എഴുതിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പഠിക്കാതെ അല്ലെങ്കിൽ അത് റിവൈസ് ചെയ്യാതെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് അങ്ങ് പുറകിലോട്ടും അതുപോലെ നെഗറ്റീവ് ആവാനൊക്കെ സാധ്യതകളുണ്ട്. അതുപോലെ ഈ ഒരു ക്വസ്റ്റിനെ അല്ല, നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റിനുകളൊക്കെ അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. എല്ലാ സബ്ജക്ട്സിൽ നിന്നും വളരെ ചെറിയ കാര്യങ്ങൾ തൊട്ടിട്ട് ഏറ്റവും വലിയ കാര്യങ്ങൾ വരെ ചോദിക്കാറുണ്ട്. അപ്പം A to Z പഠിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം എന്നാണ് വന്നത്? 1498 വരുന്നത്. അത് മെയ് 20 ഒരു ഞായറാഴ്ചയാണ് വരുന്നത് കേട്ടോ. അതും കൂടെ ഡേറ്റ് കൂടെ ഓർത്തിരിക്കുക. നമ്മുടെ SCERT, NCERT അതുപോലെ ശ്രീധര മേനോൻ സാറിന്റെ പുസ്തകത്തിൽ എല്ലാത്തിലും ഈ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഏത് സോഴ്സ് വേണമെങ്കിലും നമുക്ക് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 1946 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആകെ അംഗങ്ങൾ. 1946 കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ 1947 ഒക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്ന ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 389. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പം 389 പേരാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങൾ എന്ന് പറയുന്നത് തുടക്കത്തിൽ. അതിൽ എത്ര പേരാണ് വരുന്നത്? 296 തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും അതുപോലെ തന്നെ 93 അംഗങ്ങൾ പ്രിൻസിലി സ്റ്റേറ്റ്സ് ചെയ്യുന്ന നാമനിർദ്ദേശം വഴിയിട്ട് 93 പേരുമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 296 11 പ്രിൻസിലി പ്രൊവിൻസ് 11 ബ്രിട്ടീഷ് പ്രൊവിൻസസിൽ നിന്നും 292 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ 4 പേര് ഇവിടുന്ന് ആരൊക്കെയാണ്? നമ്മുടെ ചീഫ് കമ്മീഷണേഴ്സിൽ നിന്ന് റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടാണ് 4 പേര് വന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അത് രണ്ടും കൂടെ ചേർത്താണ് ഇത് വന്നിരിക്കുന്നത്, 296 എന്ന് പറയുന്ന സംഖ്യ വന്നിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് തന്നെ ഓർത്തിരിക്കുക. അതുപോലെ 93 പേരാണ് നമ്മുടെ പ്രിൻസിലി സ്റ്റേറ്റ്സ് ചെയ്ത് നാട്ടുരാജ്യങ്ങളിൽ നിന്നും നാമനിർദ്ദേശം വഴിയിട്ട് വന്നിട്ടുള്ളത്. ഇനി 292 എന്ന് പറയുന്ന നമ്പർ, അതാണ് ഈ ഒരു നമ്പർ ഓർത്തിരിക്കുക കേട്ടോ. ഇനി 289 നമുക്ക് എവിടെയും ഇല്ല. ഇനി 299 എന്താണ്? ഈ 389 ഇന്ത്യയുടെ വിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ വിട്ടുപോയില്ലേ, അതിനുശേഷമുള്ള അംഗങ്ങളുടെ എണ്ണമാണ് ഇത് 299 എന്ന് പറയുന്നത്. അതിൽ 229
അതുപോലെ തന്നെ 70 പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്നുള്ള അംഗങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഈ 93 എന്ന് പറയുന്നത് 70 മാറി, 296 എന്ന് പറയുന്നത് 229 മാറി. അപ്പം ഈ അക്കങ്ങളെല്ലാം തന്നെ ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പലവട്ടം വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും റിപ്പീറ്റഡ് ആയിട്ട് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 1604 സാമുദ്രിയുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ട ഡച്ച് ക്യാപ്റ്റൻ ആരായിരുന്നു? 1604 ആരായിരുന്നു ക്യാപ്റ്റൻ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, വാൻഡർ ഹാഗൻ കേട്ടോ. വാൻഡർ ഹാഗനെയാണ് നമ്മൾ 1604 സാമുദ്രിയുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ട ഡച്ച് ക്യാപ്റ്റൻ എന്ന് പറയപ്പെടുന്നത്. ഇത് ശ്രീധരമേനോൻ സാറിന്റെ ടെക്സ്റ്റിൽ ഇദ്ദേഹത്തിന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ക്യാൻസലേഷൻ ആയിരുന്നു ഇത് വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ഓപ്ഷനിൽ കൊടുത്തിരുന്നത് വെൻഡർ ഗോഹൻ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരുന്നത് കേട്ടോ. വെൻഡർ ഗോഹൻ എന്നാണ് പേര് കൊടുത്തിരുന്നത്. ചിലപ്പോൾ ആ പേരിന്റെ മിസ്റ്റേക്ക് കാരണമായിരിക്കും അന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നത്. വാൻഡർ ഹാഗൻ എന്നാണ് പേര്, ഗോഹൻ എന്നായിരുന്നു കൊടുത്തിരുന്നത്. ഇത് ഹാഗൻ ആണ് പേര് എന്ന് ഓർത്തിരിക്കുക. അപ്പം വേണമെങ്കിൽ ഇനിയും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 1604 സാമുദ്രിയുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ട ഡച്ച് ക്യാപ്റ്റൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? വാൻഡർ ഹാഗൻ ആണ് കേട്ടോ, ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ് 1449 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്നത്? 1949 നവംബർ 26 നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ അംഗീകരിച്ച ദിവസം. ഓക്കെ, അന്ന് നിലവിൽ വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ആൻസർ ഏതാണ് വരുന്നത്? ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്, പൗരത്വം, ഇലക്ഷൻ, അതുപോലെ പ്രൊവിഷണൽ പാർലമെന്റ് എന്നീ കാര്യങ്ങളെല്ലാം 1949 നവംബർ 26 തന്നെ നിലവിൽ വന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിൽ പൗരത്വമായിട്ട് ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ 5, 6, 7, 8, 9 അതുപോലെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള 324 എല്ലാം 1949 തന്നെ നിലവിൽ വന്നു. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഇതാണ്, അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ നിലവിൽ വന്ന പല ആർട്ടിക്കിളുകളും പിന്നെ റിപ്പീറ്റ് ചെയ്ത് പോയിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ പൗരത്വം എന്നാണ് വന്നത്? 1950 ജനുവരി 26 നിലവിൽ വരുന്നത് അതിന് മുന്നേ തന്നെ 1949 നവംബർ 26 തന്നെ വന്നു എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. പൗരത്വം അതുപോലെ തന്നെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുക. ആർട്ടിക്കിൾ 60 ഒക്കെ എന്താണ് 1949 നവംബർ 26 വന്നിട്ടുള്ളത്. അതൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. അങ്ങനെ കുറച്ച് ആർട്ടിക്കിളുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് റിമെമ്പർ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ ഡച്ചുകാരുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയേത്? അപ്പൊ ഡച്ചുകാരുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. 1643 ഒരു വശത്ത് ഡച്ചുകാരും മറുവശത്ത് പുറക്കാട് രാജാക്കന്മാരും കായംകുളം രാജാക്കന്മാരും തമ്മിൽ പുതിയ ഉടമ്പടികൾ ഏർപ്പെട്ടു. കൊച്ചി രാജാവ് ഡച്ച് ഭരണം സ്വീകരിക്കുകയും തന്റെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കറുകപ്പട്ടയും കുരുമുളകും ഡച്ചുകാരെ ഏൽപ്പിക്കുകയും ചെയ്തു. ഡച്ചുകാരുടെ മതനയം പോർച്ചുഗീസുകാരുടേതിൽ നിന്നും ഉദാരമായതും സഹിഷ്ണുതയും ഉള്ളതായിരുന്നു. ബേത്തവയിലെ ഗവർണർ ജനറൽ ഇൻ കൗൺസിലാണ് കിഴക്കൻ ഡച്ച് പ്രദേശങ്ങളുടെ മുഴുവൻ ചുമതലയും വഹിച്ചിരുന്നത്. അപ്പൊ ഈ 4 സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, എല്ലാം ശരിയാണ് കേട്ടോ. അപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ PSCയിൽ ചോദിച്ചപ്പോൾ ഡിലീറ്റഡ് ആയപ്പോഴുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഞാൻ ഓപ്ഷൻസിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമുക്ക് അന്ന് ചോദിച്ചിരുന്നത് ഉടമ്പടികൾ അവസാനിച്ചു എന്നാണ് കൊടുത്തിരുന്നത്. ആക്ച്വലി അത് ഉടമ്പടികൾ ആരംഭിക്കുകയാണ് ചെയ്തത്. 1643 ഉടമ്പടികൾ ആരംഭിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഈ ഒരു സെന്റൻസിൽ ഈ ബത്തവ നല്ല ഗോവയെന്നാണെന്ന് കൊടുത്തിരുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ബത്തവയിലെ ഗവർണർ ജനറൽ ഇൻ കൗൺസിലാണ് എന്ത് ചെയ്തത്? കിഴക്കൻ ഡച്ച് പ്രദേശങ്ങളിലെ മുഴുവൻ ചുമതലകളും വഹിച്ചിരുന്നത്. ഇത് കറക്റ്റായിട്ട് ശ്രീധരമേനോൻ സാറിന്റെ ടെക്സ്റ്റിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഈ സെന്റൻസുകളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് പഠിച്ചിരിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ പറഞ്ഞ സെന്റൻസുകളെല്ലാം എന്താണ്? ശരിയാണ്. ഒന്നുകൂടി നിങ്ങളൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ടൊന്ന് വായിച്ചു നോക്കി പഠിക്കുക കേട്ടോ. പഠിച്ചിട്ടില്ലാത്തവരൊന്ന് ഒന്നുകൂടി ഒന്ന് പോസ് ചെയ്ത് വെച്ച് വായിച്ചു നോക്കുക. പഠിച്ചവർക്ക് ഈ പറയുന്ന സെന്റൻസുകളെല്ലാം നിങ്ങൾക്ക് ഓർത്തെടുത്ത് എഴുതാൻ പറ്റിയിട്ടുണ്ടോ എന്നും കൂടെ ഒന്ന് ഓർക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത്? അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാടധികം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഒന്നിലധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, ജവഹർലാൽ നെഹ്റു. അപ്പം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നാണ് നിലവിൽ വന്നത്? 1947 ഓഗസ്റ്റ് 29 നിലവിൽ വരുന്നത്. ഓർത്തിരിക്കുക. ഡേറ്റ് ചോദിക്കാം.
ചോദിച്ചിട്ടും ഉള്ളതാണ് കേട്ടോ. നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ വരുമ്പോഴത്തേക്ക് ഈ ഡേറ്റ്സ് ഒക്കെ ആയിരിക്കും ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരിക. ഇനി എത്ര അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? 7 പേരായിരുന്നു അംഗങ്ങൾ ഉണ്ടായിരുന്നത്. ചെയർമാൻ ആയിരുന്നു BR അംബേദ്കർ എന്ന് പറയുന്നത്. ബാക്കിയുള്ള അംഗങ്ങളുടെ പേരുകളെല്ലാം തന്നെ പഠിച്ചു വെച്ചിരിക്കാം. അതുപോലെ DP ഖെയ്ത്താൻ അന്തരിച്ചതിനെ തുടർന്ന് TT കൃഷ്ണമാചാരിയാണ് എന്ത് ചെയ്യുന്നത്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലേക്ക് വരുന്നത്. അതുപോലെ BL മിത്തറിന്റെ രാജിയെ തുടർന്ന് N മാധവറാവു ആണ് വരുന്നത്. അത് കറക്റ്റായിട്ട് തന്നെ ഓർത്തിരിക്കുക, തമ്മിൽ തിരിച്ചു പോകാതെ ഓർത്തിരിക്കുക കേട്ടോ. ബാക്കിയുള്ള അംഗങ്ങളുടെ പേരുകളും കൂടെ നിങ്ങൾ ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മതേതരത്വം എന്ന വാക്ക് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മതേതരത്വം ഉൾപ്പെടുത്തിയത്? ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ് 42. നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42ാമത്തെ ആർട്ടിക്കിളിലൂടെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, മതേതരത്വം അഥവാ സെക്യുലർ എന്ന് പറയുന്ന വാക്ക് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ഓക്കെ, അതുപോലെ തന്നെ ഏതൊക്കെ ഉൾപ്പെടുത്തിയിരുന്നു? സോഷ്യലിസം, സ്ഥിതി സമത്വം എന്ന് പറയുന്ന വാക്ക് ഉൾപ്പെടുത്തി. അതുപോലെ ഇന്റഗ്രിറ്റി, അഖണ്ഡത എന്ന് പറയുന്ന ഈ 3 വേർഡുകൾ പ്രിയാമ്പിളിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 42ാമത്തെ ഭേദഗതിയിലൂടെയാണ്. പ്രിയാമ്പിൾ ആകെ ഒരു വട്ടം മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ, 1976 42ാം ഭേദഗതിയിലൂടെ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ സോഷ്യലിസം എന്ന പദം സൂചിപ്പിക്കുന്നത് എന്തിനാണ്? ഇവിടെ സോഷ്യലിസത്തിന്റെ എക്സ്പാൻഷൻ എന്താണ് അല്ലെങ്കിൽ ഡെഫിനിഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് എല്ലാ ഉൽപാദന മാർഗങ്ങളുടെയും ദേശസാൽക്കരണം, സ്വകാര്യ സ്വത്ത് നിർത്തലാക്കൽ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അഥവാ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന മേഖലകളെ മാത്രം ദേശസാൽക്കരിക്കുകയും സ്വത്ത് വിനിയോഗിക്കുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുക. എന്താണ് നമ്മുടെ ഭരണഘടനയിലെ സോഷ്യലിസം കൊണ്ട് അർത്ഥമാക്കുന്നത്? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്, 2 മാത്രം കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന മേഖലകളെ മാത്രം ദേശസാൽക്കരിക്കുക. സമ്പത്ത് പ്രധാന മേഖലകളെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ദേശസാൽക്കരിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ സ്വത്ത് വിനിയോഗിക്കുന്നതിന് ചില നിയന്ത്രണങ്ങൾ മാത്രമേ ഏർപ്പെടുത്തുന്നുള്ളൂ. അല്ലാതെ എന്ത് ചെയ്യുന്നില്ല, സ്വകാര്യ സ്വത്ത് നിർത്തലാക്കലൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സോഷ്യലിസം കൊണ്ടിട്ട് അർത്ഥമാക്കുന്നില്ല. കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. 11, താഴെ പറയുന്നവരിൽ കേരളത്തിൽ നിന്നുള്ള ഏത് സ്ത്രീയാണ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ അംഗമല്ലാത്തത്? നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലെ അംഗമല്ലാത്തത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്, അക്കാമ ചെറിയ. ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ എന്നിവര് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളായിട്ടുള്ള മലയാളി വനിതകളാണ്. എടുത്തു പഠിക്കുക, മലയാളി വനിതകളാണ്. എത്ര മലയാളികളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായത്? 17 മലയാളികളായിരുന്നു അംഗങ്ങളായിട്ടുണ്ടായിരുന്നത്. 17 മലയാളികൾ ഉണ്ടായിരുന്നു. അതിൽ 3 പേരെന്താണ്, വനിതകളാണ്. ഓർത്തിരിക്കുക. ടോട്ടൽ വനിതകൾ എത്രയായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ? 17 വനിതകൾ ഉണ്ടായിരുന്നു കേട്ടോ. ആ 17 വനിതകളിൽ 3 എണ്ണമായിരുന്നു ആരും മലയാളി വനിതകൾ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. അപ്പൊ ഈ 17 പേരെന്ന് പറയുന്നതിൽ എവിടെ നിന്നൊക്കെയാണ് വന്നത്? തിരുവിതാംകൂറിൽ നിന്നും 6 പേരും, കൊച്ചിയിൽ നിന്നും ഒരാൾ പനമ്പള്ളി ഗോവിന്ദ മേനോനും, അതുപോലെ മദ്രാസ് പ്രൊവിൻസിൽ നിന്നും 9 പേരും, അതുപോലെ യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നും ഒരാൾ ജോൺ മത്തായും കൂടെ ചേർത്താണ് എന്ത് ചെയ്തിരിക്കുന്നത്, 17 പേരെ പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും പേരും കൂടെ ചേർത്താണ് ഇത് 17 മലയാളികൾ എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ 17 വനിതകളും ഉണ്ടായിരുന്നു, അതും കൂടി ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 1663 കൊച്ചി പിടിച്ചടക്കിയ വിദേശ ശക്തി ആരാണ്? 1663 ആരാണ് കൊച്ചി പിടിച്ചടക്കിയത്? ആൻസർ വരുന്നത് ഓപ്ഷൻ D ആണ്, ഡച്ചുകാരാണ് കൊച്ചി പിടിച്ചടക്കിയത് കേട്ടോ. നമ്മുടെ SCERT, NCERT, ശ്രീധരമേനോൻ സാറിന്റെ ടെക്സ്റ്റ് എല്ലാത്തിലും കൊടുത്തിട്ടുള്ളൊരു പോയിന്റ് ആണ് 1663 ആരാണ് കേരളത്തിൽ അധികാരത്തിൽ വന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ഏത് വിദേശ ശക്തിയാണ് കേരളത്തിലേക്ക് ആധിപത്യം സ്ഥാപിച്ചത് എന്നുള്ള പോയിന്റ് ഡച്ചുകാരാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. അതുകൊണ്ട് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പുറംതോട്, ആവരണം എന്നിവയ്ക്കിടയിലുള്ള ധാതുക്കളുടെ ഘടനയിലെ മാറ്റത്തെ അടിസ്ഥാനമാക്കിയുള്ള വിച്ഛേദനത്തിന്റെ ഇടുങ്ങിയ മേഖലയെ മൊഹറോവിസ് വിച്ഛേദനം എന്ന് വിളിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ്, പുറംതോട്, മുകളിലെ ആവരണം എന്നിവയെ ഒരുമിച്ച് അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അപ്പൊ പുറംതോട്, ആവരണം എന്നൊക്കെ കേൾക്കുമ്പോൾ പേടിക്കേണ്ട. ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും വാക്കുകൾ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുക കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാംസ് നോക്കുമ്പോഴത്തേക്ക് ഇംഗ്ലീഷ് പേപ്പേഴ്സിന് കുറച്ചും കൂടെ പ്രാധാന്യം നിങ്ങൾ കൊടുക്കുക. കാരണം എന്തെങ്കിലുമൊക്കെ ഒരു എറർ ഉണ്ടെങ്കിൽ അത് ഇംഗ്ലീഷ് പേപ്പറിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത് പോകാറുള്ളൂ. PSC എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിനെയാണ് വാലിഡ് ആയിട്ട് കണക്കാക്കുന്നതെന്നാണ്. അപ്പോൾ മലയാളത്തിലുള്ള ചെറിയ അക്ഷരത്തെറ്റുകളും പിഴവുകളും ഒന്നും നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസലേഷനിലേക്ക് അവർ വിലക്കെടുക്കാറില്ല. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുക. അതുപോലെ തന്നെ മാത്സ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ മാക്സിമം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാത്സ് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് അധികം മിസ്റ്റേക്കുകൾ വരാറുണ്ട്. അപ്പോൾ
നമുക്ക് ചിലപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ചെയ്ത് കിട്ടുന്ന ഉത്തരം ആയിരിക്കണം എന്നില്ല ഇപ്പുറത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടുന്നത്. അപ്പം അങ്ങനെയും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. 2 ഉത്തരങ്ങൾ കിട്ടുന്ന രീതിക്ക് മലയാളത്തിൽ വേറെ രീതിയിലും ഇംഗ്ലീഷിൽ വേറെ രീതിയിലും ഉള്ളതുണ്ട്. അപ്പം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് വാല്യൂ ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പം മാത്സിൻ്റെയൊക്കെ കാര്യത്തിൽ നിങ്ങൾ കുറച്ചും കൂടി ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ബാക്കിയുള്ള GK പോർഷൻസിൽ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് നോക്കുക. കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുക ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നതിൽ തെറ്റില്ല കേട്ടോ. മലയാളം നിങ്ങൾക്ക് നമ്മൾ പഠിക്കുന്നത് മലയാളത്തിലായതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി കൺവീനിയൻറ്റ് മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻസ് വായിക്കുന്നതിൽ തന്നെയായിരിക്കും. പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയ സംശയമോ എന്തെങ്കിലും തോന്നുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ നോക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇവിടെ ഈ പുറന്തോട് എന്നുകൊണ്ട് പറയുന്നത് ക്രസ്റ്റിനെയാണ് പുറന്തോട് എന്ന് പറയുന്നത്. അതുപോലെ ആവരണം എന്ന് ഉദ്ദേശിക്കുന്നത് മാൻഡിലിനെയാണ് കേട്ടോ. അപ്പോൾ ക്രസ്റ്റും മാൻഡിലും അതിൻ്റെ ഇടയിലുള്ള വിച്ഛേദനം അഥവാ ഡിസ്കണ്ടിന്യൂറ്റി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ അതേത് തന്നെയാണ്, മൊഹ്റോവിസ് ഡിസ്കണ്ടിന്യൂറ്റി തന്നെയാണ് കേട്ടോ. അഥവാ മോഹോ ഡിസ്കണ്ടിന്യൂറ്റി, മോഹോ വിച്ഛന്നത എന്നും പറയാറുള്ളതിന്. ഇനി പുറന്തോട് മുകളിലെ ആവരണം ഉദ്ദേശിക്കുന്നത് അപ്പർ മാൻഡിലിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പർ മാൻഡിൽ ലോവർ മാൻഡിൽ രണ്ടായിട്ട് തിരിച്ചിട്ടില്ലേ, അതിൽ അപ്പർ മാൻഡിലും ക്രസ്റ്റും കൂടെയുള്ള ഭാഗത്തെ വിളിക്കുന്നതാണ് അസ്തനോസ്ഫിയർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. തെറ്റാണ്, അസ്തനോസ്ഫിയർ അല്ല. എന്താണ്, ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലത്തിനെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ക്രസ്റ്റും അപ്പർ മാൻഡിലും കൂടെ ചേരുമ്പോൾ ഉള്ള ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. നമ്മുടെ ഭൂമിയിൽ ഉള്ളറയിൽ മാഗ്മ കാണപ്പെടുന്ന അറയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. അത് കറക്റ്റ് ആയിട്ട് തന്നെ ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്. പ്രസ്താവന A ശരിയാണ്, B തെറ്റാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയുടെ അളവെടുക്കലും അതിന്റെ പ്രതിപാദനവും പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്, ജിയോഡസി കേട്ടോ. അപ്പൊ ജിയോഡസിയാണ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, ഭൂമിയുടെ അളവെടുക്കലും അതിന്റെ പ്രതിപാദനവും പഠിക്കുന്ന ശാസ്ത്രശാഖ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 1949 മുന്നോട്ട് വെച്ച ആമുഖത്തിൽ ഇല്ലാതിരുന്നത് ഏതാണ്? 1949 മുന്നോട്ട് വെച്ച ആമുഖത്തിൽ ഇല്ലാതിരുന്നത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റായിട്ട് തന്നെ വായിച്ചു നോക്കുക കേട്ടോ. പിന്നീട് കൂട്ടിച്ചേർത്തത് ഏത് വാക്കാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ്, സെക്യുലർ. അപ്പോൾ നമ്മൾ 1949 എങ്ങനെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ഒരു ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, ഒരു സോവറൈൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് അഥവാ പരമാധികാര ഡെമോക്രാറ്റിക് ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിന്നീട് 42ാമത്തെ ഭേദഗതിയിലൂടെയാണ് നമ്മൾ എന്തായിട്ട് മാറുന്നത്, സോവറൈൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായിട്ട് മാറുന്നത്. അഥവാ പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് മാറുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഓർഡർ കറക്റ്റ്ലി പഠിച്ചു വെച്ചിരിക്കുക. ഓർഡറിൽ എഴുതാനായിട്ട് ചോദിക്കാറുണ്ട്. ഷഫിൾ ചെയ്ത് തന്നിട്ട് കറക്റ്റ് ഓർഡർ എങ്ങനെയാണ് പ്രിയാമ്പിളിൽ കൊടുത്തിരിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. തീവ്രമായ ഭൂകമ്പ പ്രവർത്തനം പ്ലേറ്റ് അതിർത്തികളിൽ സംഭവിക്കുന്നു. ഒത്തുചേരുന്ന ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് അതിരുകളുടെ സമുദ്രഫലകങ്ങൾ സബ്ഡക്ഷന് വിധേയമാകുന്നു. തന്നിരിക്കുന്ന 2 പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസ്താവനകൾ കറക്റ്റായിട്ട് തന്നെ നോക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്, 1ഉം 2ഉം എന്താണ് ശരിയാണ്. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്, തീവ്രമായ ഭൂകമ്പ പ്രവർത്തനം എവിടെ കാണപ്പെടുന്നു എന്നാണ്, പ്ലേറ്റ് അതിരുകളിൽ കാണപ്പെടുന്നു. അപ്പൊ നമ്മുടെ ഫലകങ്ങളുടെ അതിരുകളിലാണ് ഏറ്റവും അധികം സീസ്മിക് ആക്ടിവിറ്റീസ് അഥവാ നമ്മുടെ എർത്ത് ക്യാക്സും അതുപോലെ എല്ലാം നടക്കാനുള്ള സാധ്യത കൂടുതലും ഫലകങ്ങളുടെ അതിരുകളിലാണ്. അപ്പൊ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ ഹിമാലയത്തിന്റെ ആ ഒരു ഭാഗം ശിവാലിക് റേഞ്ചിൽ ഏറ്റവും അധികം ഭൂകമ്പ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ ആരവല്ലി റീജിയൻ അവിടുത്തെ ആ റിഫ്റ്റ് വാലിയിലൊക്കെ എന്താണ് ഈ പറയുന്ന ഭൂകമ്പത്തിന് സാധ്യത കൂടുതലാണ്. അപ്പൊ ഇന്ത്യയിൽ ആ പറയുന്ന ആ പ്ലേറ്റിന്റെ അതിരുകളിലാണ് ഏറ്റവും അധികം, ഇന്ത്യയിൽ നല്ല എല്ലായിടത്തും പ്ലേറ്റുകളുടെ അതിരുകളിൽ ഭൂകമ്പ സാധ്യതകൾ എന്താണ് കൂടുതലാണ്. അതുപോലെ സബ്ഡക്ഷൻ അഥവാ നിമഞ്ജനം സംഭവിക്കുന്നത് ഏതിനാണ്, നമ്മുടെ ഏറ്റവും ഡെൻസർ ആയിട്ടുള്ള പ്ലേറ്റിനായിരിക്കും നിമഞ്ജനം അഥവാ സബ്ഡക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഒത്തുചേരുന്ന ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് അതിരുകളുടെ സമുദ്ര ഫലകങ്ങളായിരിക്കും എന്ത് ചെയ്യുന്നത്, സബ്ഡക്ഷന് വിധേയമാകുന്നത്. കാരണം എന്താണ്, വൻകര ഫലകത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സമുദ്രഫലകം എന്താണ്, ഡെൻസർ ആണ്, കുറച്ചും കൂടി ഡെൻസർ ആണ്. അപ്പൊ അതായിരിക്കും എന്ത് ചെയ്യുന്നത്, സബ്ഡക്ഷൻ അല്ലെങ്കിൽ നിമജ്ജനം ചെയ്ത് പോവുക. അപ്പം അതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന സെന്റൻസ്, അതും ശരിയാണ് കേട്ടോ. കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഈ ഒരു പോർഷനിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഈ പറയുന്ന ഫലകവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ആ ഒരു പോർഷൻസ് പഠിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഡാഷ് അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ എന്തിലാണ് ജനങ്ങളാണ് ഇന്ത്യയുടെ അധികാര സ്രോതസ് എന്ന് പറയുന്നത്?
ആൻസർ വരുന്ന ഏതാണ്? ഓപ്ഷൻ സി ആണ്, ആമുഖത്തിലാണ്. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം ആമുഖം എങ്ങനെയാണ് തുടങ്ങുന്നത്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ജനങ്ങൾക്കാണ് ഏത് അധികാര സ്രോതസ്? ഇന്ത്യയുടെ ജനങ്ങളാണ് അധികാര സ്രോതസ് എന്ന് ഭരണഘടനയിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? എവിടെയാണ്? ആമുഖത്തിലാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ആമുഖത്തിൽ നിന്ന് വളരെ കുറച്ച് ചോദ്യങ്ങളെ നമുക്ക് ചോദിക്കാനുള്ളൂ. അത് മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ആ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വീണ്ടും വീണ്ടും വരാറ്. അതുകൊണ്ട് കറക്റ്റായിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ പഠിച്ചിരിക്കാനായിട്ട് ശ്രമിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ന്യൂനപക്ഷ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണ്? തന്നിരിക്കുന്ന പ്രസ്താവനകൾ ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങളാണ്. നിലവിൽ വന്നത് 2013 മെയ് 15 ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി ചുമതലയേറ്റ തീയതി മുതൽ 3 വർഷമാണ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഏതൊക്കെയാണ് ശരിയായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 18ാമത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉമാണ് ശരി. അപ്പൊ ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങളല്ല, എത്ര പേരേ ഉള്ളൂ? 3 അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. അതുപോലെ നിലവിൽ വന്നത് എന്നാണ്? 2013 മെയ് 15 നിലവിൽ വരുന്നത്. എന്നാണ് നിലവിൽ വന്നത്? കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. 2013 മെയ് 15 നിലവിൽ വന്നത്. ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാണ്? 3 വർഷമാണ്. 3 അംഗങ്ങൾ 3 വർഷം, അങ്ങനെ തന്നെ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അപ്പൊ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷമാണ്. അതുപോലെ അംഗങ്ങൾ എത്ര പേരാണ്? ചെയർമാൻ ഉൾപ്പെടെ 3 പേരാണ്. 2013 മെയ് 15 നിലവിൽ വരുന്നത്. എല്ലാം ഒരു 3ന്റെ കളികളുണ്ട്, അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ആദ്യ ചെയർമാൻ കാറ്റ് KAT കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി, കെ ബാലകൃഷ്ണൻ നായർ കേട്ടോ. അപ്പോൾ നമ്മുടെ കേരളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല പല കമ്മീഷനുകളുടെയും അതിന്റെ ചെയർമാൻ, ആദ്യത്തെ ചെയർമാനെ പറ്റിയിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. നമുക്ക് കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്നൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത് എപ്പോഴും ആദ്യത്തെ ചെയർമാൻ ആര് എന്ന് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ഡേറ്റ് വെച്ചിട്ട് നമുക്ക് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷനിൽ നിന്ന് എഴുതാൻ പറ്റുന്ന രീതിക്കായിരിക്കും നമുക്ക് ആ ഒരു ഓപ്ഷനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള GK പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പല ചോദ്യങ്ങളുടെയും ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഭൂരിഭാഗവും വരുന്നത്. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ എഴുതുന്നവർ ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിക്ക്, നമുക്ക് ഒരു സ്റ്റാറ്റിക് ഡേറ്റ് അറിയാമെങ്കിൽ ഓപ്ഷനിൽ നിന്ന് ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിക്കായിരിക്കും ഓപ്ഷൻ സെറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഈ പറയുന്ന ആദ്യത്തെ ചെയർമാൻമാരെ എല്ലാത്തിനും തന്നെ നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നാമിന്റെ ആദ്യ സമ്മേളനം ബെൽഗ്രേഡിൽ നടന്നത് എന്നാണ്? അപ്പോൾ നാമിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് എന്നാണ്? ബെൽഗ്രേഡിലാണ്. അത് എന്നാണ് നടന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1961 സെപ്റ്റംബറിലാണ് നടക്കുന്നത് കേട്ടോ. ഡാം രൂപീകരിക്കാൻ കാരണമായ സമ്മേളനം ഏതാണ്? അത് ബന്ധുവും സമ്മേളനമാണ്, 1955 നടക്കുന്നത്. എന്നാൽ ബെൽഗ്രേഡ് സമ്മേളനം നടക്കുന്നത് എന്നാണ്? 1961 സെപ്റ്റംബറിലാണ്. ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ കറക്റ്റ് ആയിട്ട് തന്നെ ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ ഒരു റിവിഷനിൽ ഞാൻ മിഡീവൽ ഇന്ത്യയുടെ ക്വസ്റ്റ്യൻസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. മിക്കവരും മിഡീവൽ ഇന്ത്യ മിക്കവാറും സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സിൽ അത് ഉൾപ്പെടുത്താം കേട്ടോ. കാരണം മിഡീവൽ ഇന്ത്യയുടെ ക്ലാസ്സസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്ക് ക്ലാസ്സസ് അധികം കഴിഞ്ഞ ആഴ്ച എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ മിഡീവൽ ഇന്ത്യയിൽ ജസ്റ്റ് ഡൽഹി സുൽത്താനേജ് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് മുഗൾ എംപയർ ആണ്. മുഗൾ എംപയറിൽ നിന്നാണ് നമുക്ക് കൂടുതലും ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് മുഗൾ എംപയറിന്റെ ക്ലാസ്സസ് വരുന്ന ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതും കൂടെ പഠിച്ചിട്ട് നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന 20 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ പഠിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് അതിന് എഫേർട്ട് കിട്ടുന്നുള്ളൂ. നിങ്ങൾ പഠിച്ചതൊക്കെ നിങ്ങൾക്ക് ഓർത്തെടുത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ പഠിച്ചുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ എന്നുള്ളതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. സ്റ്റഡി പ്ലാന്റെ വീഡിയോ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ലിങ്ക്. അപ്പോൾ അത് കാണാത്തവർ കയറി കണ്ട് നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും, നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യുക, നമുക്ക് ഇനി ഒരു എക്സാം നേടിയെടുക്കണം എന്നുള്ള രീതിയിൽ ആണ് പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് 70 ഡേയ്സ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ഒരു റിവിഷൻ പ്ലാനും ഉണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് നന്നായിട്ട് തന്നെ പഠിച്ച് മുന്നേറാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് ഇപ്പോൾ ഒരു 1-2 മാസം എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള സമയമാണ്. അത് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നവർ എന്തായാലും അടുത്ത വരുന്ന റാങ്ക് ലിസ്റ്റുകളിലും ഉണ്ടായിരിക്കും, ഉറപ്പാണ്. അത് നന്നായിട്ട് തന്നെ നിങ്ങൾ പഠിക്കാം. നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നോ അതിൽ നിന്ന് മാത്രമേ നമുക്കൊരു ജോലി കിട്ടത്തുള്ളൂ. അല്ലാതെ ബാക്കിയുള്ളവർ എത്രയൊക്കെ പഠിപ്പിച്ചാലും നിങ്ങൾ എവിടെയൊക്കെ പോയി പഠിക്കാനായിട്ട് ചുമ്മാ ചെന്ന് നിങ്ങൾ ഇരുന്നാലും ഒന്നും എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് അത് കിട്ടില്ല. നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നോ, നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നോ അതിനനുസരിച്ച് മാത്രമേ ഇരിക്കുള്ളൂ. ഒരുപാട് സോഴ്സസ് നമുക്കുണ്ട്, ഒരുപാട് റിസോഴ്സസ് ഉണ്ട്, ഒരുപാട് ബുക്സ് ഉണ്ട്. നിങ്ങൾ അതെല്ലാം എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ പഠിച്ചെടുക്കുക, കറക്റ്റായിട്ട് വേണ്ടത് മാത്രം പഠിക്കുക. നമുക്ക് ഈ ഒരു സമയം പഠിക്കാനുള്ള സമയമാണ്. അത് കഴിഞ്ഞിട്ട് ഇത് വെച്ച് നമുക്ക് റിവൈസ് ചെയ്ത് നമ്മൾ സെറ്റായിട്ട് മാറണം. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.